Astro Guru, where the wisdom of the cosmos lights your path. ഈ ന്യൂമറോളജി പ്രകാരം പൂജ്യത്തിന് വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അത് നല്ല സംഖ്യയായിട്ടാണോ ചീത്ത സംഖ്യയായിട്ടാണോ കാണുന്നത്? പൂജ്യത്തിന് വാല്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കഥാരൂപേണ പറയേണ്ടി വരും. ഇപ്പോൾ ഈ പൂജ്യത്തിന് വില ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കൽ 9 കയറി 8 അടിച്ചു. 8-നെക്കാട്ടും വലുതാണ് 9. 9-ന് വലിയ 9 വലിയ അഹങ്കാരം. ഒന്നാമതെ ഈ മാർസിന്റെ ഒരു ക്യാരക്ടറാണ്, ചൊവ്വയുടെ ക്യാരക്ടറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 9 കയറി 8 അടിച്ചു. എന്നെക്കാട്ടും വലുതാ, ഇനി അവനെ അടിക്കാൻ പോയി എനിക്ക് പണി കിട്ടുമെന്ന് 8 കയറി 7 അടിച്ചു. അങ്ങനെ അങ്ങോട്ട് 7 6 അടിച്ചു, 6 5 അടിച്ചു. അങ്ങനെ അടിച്ചടിച്ചടിച്ച് 2 വന്ന് 1 അടിച്ചു. ഉടനെ 1 നോക്കിയപ്പോൾ എൻ്റെ താഴെ ആരായിരിക്കുന്നത് 0. അവനെ ഇവിടെ ഇരിക്കട്ടെ, പാവം പിടിച്ചത് ഇവനെ അടിച്ചിട്ടൊന്നും കൊള്ളത്തില്ല, വെറുതെ എൻ്റെ കൈ മെനക്കെടുത്താന്നുള്ളത്. എന്നാൽ ഇവനെ ചേർത്ത് നിർത്തിയേക്കാമെന്നും പറഞ്ഞ് ഈ 1 എടുത്തിട്ട് റൈറ്റ് ഹാൻഡായിട്ട് പിടിച്ച് തോളത്ത് കൈയിട്ടുണ്ട്, 1 മേളിൽ 1 അപ്പുറത്ത് നിർത്തി. അപ്പോൾ 1 നിന്ന് 10 ഉണ്ടായി. ആ 10 വന്നപ്പോ എന്താ അവിടെ എനർജി കൂടി. അപ്പൊ വേണേ 9 വരെ അടിക്കാനുള്ള കഴിവ് വന്നു. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ ഇന്ത്യക്കാരനാണെന്നല്ല ഈ സീറോ ആയാലും കണ്ടുപിടിച്ചത്. ഒരുപാട് ഈ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളും കാര്യങ്ങളും മിത്തോളജിയും. ഇപ്പൊ നേരത്തെ നമ്മളൊരു വീഡിയോക്കകത്ത് ഈ പറയുന്ന നമ്മുടെ കേതുവിന്റെ റേഡിയേഷനിൽ പെട്ട ഗണപതി എന്നും പറഞ്ഞൊരു സ്റ്റോറി പറഞ്ഞായിരുന്നു. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റും ഒരുപാട് കോടാനുകോടി വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത ഈ നമ്പേഴ്സ് ആയാലും അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൾച്ചറ്, മിത്ത് ആൻഡ് മിത്തോളജി എല്ലാം റിലേറ്റഡ് ആണ്. ഈ കാറൊക്കെ എടുക്കുന്ന ആൾക്കാർ ഈ നമ്പേഴ്സിൽ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തൊക്കെ എടുക്കാറുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം ചീത്ത നമ്പർ ആണെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ? തീർച്ചയായിട്ടും. എന്തിനാ നിസാരം ഈ ചുവന്ന വണ്ടി പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ചുവന്ന വണ്ടി ആക്സിഡന്റ് സംഭവിക്കാൻ എത്ര ആക്സിഡന്റ് പറ്റുന്ന മെജോറിറ്റി വണ്ടി ചുവന്ന വണ്ടിക്കുള്ള ആ ഒരു ആക്സിഡന്റ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പല ആൾക്കാർ 1800 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് വണ്ടിക്ക് 1800 444 ഇതൊക്കെ വണ്ടിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്, കൊള്ളത്തില്ല. അല്ലെന്ന് ഈ പറഞ്ഞ നമ്പേഴ്സ് ഈ പറയുന്ന വണ്ടിയുടെ നമ്പർ ആയാലും സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ മാഡം പറഞ്ഞ 123 കൊള്ളാമോന്ന് ചോദിച്ചു. അല്ല 012 നല്ല നമ്പേഴ്സാ. 369 ഒക്കെ നല്ല നമ്പറാണ്. 369 എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് നേരത്തെ നമ്മുടെ ഒരുപാട് ഇൻവെൻഷൻ, ഒരുപാട് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ 369 ആണ് എപ്പോഴും പല കേസിലും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചില ആൾക്കാരുടെ വിശ്വാസമാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്പേഴ്സിനൊക്കെ എനർജി ഉണ്ട്. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു വൈബ്രേഷൻ ഉണ്ട്, ഭൂമിയിലൊരു തുടിപ്പുണ്ട്, എനർജി ഉണ്ട്. കാരണം ഇവിടെ എനർജി കനോട്ട് ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റബിൾ എന്നാണ് പറയുന്നത്. രൂപം മാറ്റാനേ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിപ്പം ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒരു ആൾക്കാർ എന്താ പുനർജന്മം സത്യവും വിദ്യയോ എന്ന് ചോദിച്ചു. അതിനകത്ത് പ്രാക്ടിക്കലി ചോദ്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാറ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെന്നിരിയില്ല ഇവിടെ കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവിടെ ഒരു തുടിപ്പാണ്, വൈബ്രേഷൻ ആണ്. അപ്പൊ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട് ചിലയിടത്ത്. പക്ഷെ നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാമോ എടുക്കാമോ ചലഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒന്ന് റഷ്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുന്നത് എടുക്കാനുള്ള ക്യാമറ ഉണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് ആ ആളിന്റെ മേത്തുനിന്ന് ആത്മാവ് പോകുന്നതായിട്ട് എടുക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ വരെ ഉണ്ട്, ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇവര് ആൾക്കാരെ ചലഞ്ച് ചെയ്യുക, എടുക്കാതെ പഠിക്കാതെ, അതിപ്പോ ഞാൻ പറഞ്ഞില്ലയോ ഈ ന്യൂമറോളജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവര് കാര്യങ്ങളെ പഠിക്കട്ടെ, കാര്യങ്ങൾ അറിയട്ടെ. കാര്യങ്ങളല്ല ഈ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്, അതിലേതാ ഉണ്ടായത് മറന്നിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ പ്രകൃതിയിൽ ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അത് ഈ ഒരു അച്ഛനും അമ്മയും അതും അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാങ്ങാന്നോ ചക്കയാണോ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹമുണ്ട്. നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യാഴം എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ്. ഈ ഗ്രഹങ്ങളിൽ പറ്റും നല്ല ഗ്രഹമാണ്. ഈ വ്യാഴത്തിനാണെ പോലും ശത്രുക്കളുള്ള ആകെ ഈ രാഹു കേതുക്കളേ ഉള്ളൂ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു വെച്ചുമ്പോ ന്യൂമറോളിക്ക പ്രകാരം ഈ ഉള്ള ചില ഇപ്പൊ സപ്പോസ് വ്യാഴത്തിന്റെ നമ്പർ 3 ആണ്. അപ്പൊ അതിന്റെ കൂടെ ചില കോമ്പിനേഷൻ ഇപ്പൊ 37 കേതുവിന്റെ നമ്പർ.
അതുപോലെ 3-4 വരുമ്പോൾ രാഹുവിന്റെ നമ്പർ. അപ്പൊ ഈ വ്യാഴത്തിന്റെ കൂടെ ഈ 2 നമ്പേഴ്സ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം, മൊബൈൽ ന്യൂമറോളജി പ്രകാരം അത് തെറ്റാ. അപ്പം ഇതേമാതിരി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള നല്ല രീതി കൊണ്ടുപോകാനുള്ള ചില ബിസിനസ്സിന് വേണ്ടി പറ്റിയ നമ്പേഴ്സ്, ബിസിനസ്സിനെ അലൈൻ ചെയ്യാനുള്ള നമ്പേഴ്സ്, നമ്മളെ നെയിം അലൈൻമെന്റ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സബ്ജക്റ്റ് ഡീപ്പായിട്ട് പോകുമ്പോൾ ഈ മൊബൈൽ ന്യൂമറോളജി ആണെങ്കിലും. അപ്പൊ ഇതിനകത്ത് സപ്പോസ് ഈ ഇങ്ങനെയുള്ള നാളെ നേരത്തെ ഒന്ന് ചോദിച്ചിരുന്നു ഈ ചില നമ്പേഴ്സിന്റെ ബ്രാൻഡ് അലൈൻമെന്റ്. സപ്പോസ് ഞാൻ പറഞ്ഞു VLCC അല്ലെങ്കിൽ ഓൾട്ടോ വണ്ടി, പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രെയ്മോണ്ട് ബ്രാൻഡ്, ടൈറ്റാൻ എന്ന് പറയുന്ന വാച്ച്, അതുപോലെ ടാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പല നമ്പേഴ്സിനും ഫേമസ് ആയിട്ടുള്ള പല കമ്പനികൾ. അത് ജിൻഡാൽ സ്റ്റീൽ എന്ന് പറയും. ജിൻഡാൽ സ്റ്റീൽ കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണോ അതോ അല്ലല്ല, ഇവരൊക്കെ നെയിം അലൈൻമെന്റ് ചെയ്ത് വലിയ ബ്രാൻഡ് ന്യൂമറോളജി ഒക്കെ നോക്കിയിട്ടാണ്. നമ്മളിപ്പോ മൊബൈൽ ന്യൂമറോളജി ആണെന്നില്ല, നമ്പേഴ്സിന്റെ എനർജി മനസ്സിലാകാൻ, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു കഥയോടെ പറയുന്നത്. കാരണം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ നാനോയുടെ ഫെയിലിയർ ഉണ്ട്. നാനോ എന്ന് എഴുതി കഴിഞ്ഞാൽ 1-8 19 ഇത് വരുന്നത്. അപ്പം 1-8 കൂടെ 1-8 കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ചില ആൾക്കാർ പറയും, ഗൂഗിളൊക്കെ അടിച്ചിട്ട് 9 എന്ന് പറയുന്നത് ആണല്ലോ ടോട്ടൽ വരുമ്പോൾ അത് നല്ലതാണെന്ന്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 9 എങ്ങനെ ഫോം ചെയ്തു എന്നുള്ള വിഷയം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ 1-8 അത് ശത്രുക്കളാ, 2 ശത്രുക്കളായിട്ടുള്ള നമ്പേഴ്സ് ചേർന്നിട്ടാണ് 9 ഫോം ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചേർന്നിട്ട് 9 വരുവാണെങ്കിൽ കുഴപ്പമില്ല. 5ഉം 4ഉം ചേർന്ന് കഴിഞ്ഞാൽ 9 വന്നാൽ കുഴപ്പമില്ല. അപ്പൊ ഈ നമ്പേഴ്സ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൂടെ അവർ ഇതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ ഇത് നെയിം അലൈൻമെന്റ് ഇപ്പം ഇതിപ്പോ പറഞ്ഞ ഈ ഒരു ടാറ്റ നാനോയുടെ സിംഗൂരിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഗുജറാത്തിൽ കൊണ്ട് പുതിയിട്ടു, എന്നിട്ടും അവിടെ കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി. മെയിൻ എന്ന് പറഞ്ഞാൽ 1-8 ഒരു കോമ്പിനേഷൻ ആണ്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്ക്, ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഒരു ജിയോ എന്ന് പറഞ്ഞാൽ 117 എന്ന ഈ നമ്മുടെ ഫോണുണ്ടല്ലോ, ജിയോ ഫോണ് 117, അതായത് 1-1-7 കൂടിയായിട്ട് 9 ഉണ്ടാക്കി അയക്കുന്നത്. 9 അഴുക്ക് ഇതാണല്ല, 9 എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറയുന്ന ഇതിനെല്ലാം ഈ പറയുന്ന ഇപ്പൊ സപ്പോസ് VLCC ആയാലും പറഞ്ഞ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീനസിന്റെ കോമ്പിനേഷൻ, 6ന്റെ കോമ്പിനേഷൻ, അത് നെയിം അലൈൻമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഈ വീനസ് ഫോം ചെയ്തേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് വെറുതെ വീനസ് എന്ന് പറഞ്ഞ ഒരു ഇതാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടുള്ള ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. നെയിം അലൈൻമെന്റ് എനിക്കറിയാം, ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത നെയിം അലൈൻമെന്റ് വരുമ്പം ചിലപ്പോൾ 4-ഉം 4-ഉം 2ഉം കൂടി ഇട്ട് 4-ഉം 2ഉം കൂടി ഇട്ടിട്ട് നെയിം അലൈൻ ചെയ്യും. അപ്പൊ 4-ഉം 2ഉം നമുക്ക് എത്രയാണ്? 6. അങ്ങനെയുള്ളവർക്ക് ഫാമിലി ലൈഫില്ല, പല രീതിയിലുള്ള ഫാമിലിയിൽ പല തടസ്സങ്ങൾ, പല പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് 2 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രന്റെ റേഡിയേഷനാണ്. 4 പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം 4 പറഞ്ഞാൽ രാഹുവിന്റെ റേഡിയേഷൻ. അപ്പൊ ഈ 2-ന്റെയും 4-ന്റെയും എന്ന് പറഞ്ഞാൽ 2-4 അല്ല 4-2 കോമ്പിനേഷൻ നമ്മുടെ മൊബൈൽ നമ്പറിൽ വന്ന പല പ്രശ്നമാണ്, കൊള്ളത്തില്ല. അപ്പൊ ഈ ഇങ്ങനെ വെച്ചിട്ടുള്ള നെയിം അലൈൻമെന്റ് ചെയ്താൽ, കാരണം എനിക്ക് തോന്നിയില്ല മൊബൈൽ ന്യൂമറോളജി തന്നെ എനിക്ക് തോന്നി കേരളത്തിൽ വളരെ വിരളമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ മൊബൈൽ ന്യൂമറോളജി ചെയ്യുന്നത്. കാരണം അത് തന്നെ ഇപ്പൊ ഈ നമ്പറൊക്കെ മൊബൈലിന്റെ ആൾക്കാർക്ക് വിശ്വാസമില്ല. പക്ഷെ എന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതേപ്പറ്റി അവയർനെസ് ഉണ്ട്, അത് അറിയാം. കാരണം പണ്ട് യൂണിയർ കോൺട്രാക്ട് എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ട്, കഥയുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ മാതിരി ഒരുപാട് എനർജികൾ ഇവിടെ ഉണ്ട്. ഈ ഭൂമിക്ക് ഒത്തിരി എനർജി ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള എനർജി ഉണ്ട്. അത് പല രീതിയിൽ നമ്മൾ ഇമ്പാക്റ്റുകൾ, നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്നുള്ളത് 100%. അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ. ഇത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അസ്ട്രോളജി പോലും ഞാൻ നമ്മളോട് ആരും ചോദിക്കുന്നവർ ഞാൻ പറയുന്ന അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് ഒരാളെ പറയുക, നിങ്ങൾക്ക് ഇന്ന ഒരു സമയത്ത് ഇന്ന യോഗമുണ്ട്, അല്ലെന്നൊരു വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വ്യാഴത്തിന്റെ മേളിൽ വരിക, അപ്പം കുട്ടികളുണ്ടാകാനോ അല്ലെങ്കിൽ പല രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമാണ്. അല്ലെന്നൊരു ഈ ശുക്രൻ പോയിട്ട് വീനസിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ 100% അവർക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പാ, പൈസ കിട്ടാന്, കല്യാണം കഴിക്കാന്, ജോലി കിട്ടാന്, അങ്ങനൊക്കെ ഉള്ള പോസിബിലിറ്റി, അല്ലെ വണ്ടി വാങ്ങിക്കാന്, വീട് വാങ്ങിക്കാന്, ഇങ്ങനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ചില ആൾക്കാർ. പക്ഷെ അച്ചട്ടാണ് 100%. ഞാൻ എന്നോട് എന്തെങ്കിലും ഈ വൃത്തിയായിട്ട് നോക്കാൻ ചില ആൾക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മയുടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ മാസം അതുകൊണ്ട് പൈസ കിട്ടിയായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ അതും നമുക്ക് അറിയാൻ പറ്റുമല്ലോ, സമ്പന്നരാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ പുള്ളിക്കാരി എടുത്ത പോയി പറയാം, ഞാൻ ശരിയാ പൈസ കിട്ടിയായിരുന്നു, ഞാൻ ലോൺ എടുത്തതാ.
എങ്ങനെ പൈസ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഓരോ കാര്യങ്ങളും പറയാം. ജോലി കിട്ടുന്നത് ജീവിതത്തിൽ എന്ന് ജോലി കിട്ടി, എത്രാമത്തെ വയസ്സ് ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ഞാനൊരു കാര്യം ഞാൻ ഈ പറഞ്ഞ അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് അതൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇന്ന സമയത്തല്ലേ പോകണം, അപ്പോൾ ജോലി കിട്ടേണ്ട സമയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾക്ക് പോയിട്ട് ഇത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അല്ലാതെ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കല്യാണം കഴിക്കുന്ന കേസ്, പല ആൾക്കാരും മാരേജ് ഓൺ ടൈമിൽ നടക്കുന്ന സമയത്ത് ചില ആൾക്കാർ നടത്താൻ ആലോചിക്കത്തില്ല. ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറയും. ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു കല്യാണത്തിൻ്റെ ചിലപ്പോൾ പിന്നെ ഉടനെ നടക്കത്തില്ല. കാരണം നമുക്ക് ആ ഒരു അസ്ട്രോളജിക്കൽ പോസിബിലിറ്റി അല്ല പ്രോബബിലിറ്റിയാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊക്കെ ഇത്ര ഇതാണ് കല്യാണം കഴിക്കേണ്ട സമയമായി, അത് സമയത്ത് നമ്മൾ ആക്ട് ചെയ്യണം. ആക്ട് ചെയ്ത് 100% ആ ഒരു സമയത്ത് നമ്മളെ വിവാഹാലോചനകൾ തേടിയെത്തും. പക്ഷെ പല ആൾക്കാർ ഇത് വിശ്വസിക്കുന്നില്ല, എന്നാൽ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളവിടെ ചുമ്മാ ഇരിക്കല്ലേ. ഈ അസ്ട്രോളജി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ മാതിരി ആ സംഭവിക്കാനുള്ള സാധ്യത താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉൾപ്പെടെ പോയിട്ട് കാര്യത്തെ ഇത് മുൻകൈ എടുത്തിട്ട് കാര്യം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ അസ്ട്രോളജി ഒരു 50% സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ബാക്കി ഒരു 25% നമ്മുടെ എഫേർട്ടാണ്. പിന്നാണ് ഈ ന്യൂമറോളജിക്കൽ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ന്യൂമറോളജിക്കൽ പ്രകാരം നെഗറ്റീവ് പ്ലാനറ്റുകൾ ഈ പറയുന്ന മൊബൈൽ ന്യൂമറോളജിക്കകത്ത് അല്ലെ നമ്പേഴ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വന്നിരിക്കും. അതേസമയം പോസിറ്റീവായിട്ടിരിക്കുന്ന പല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. നമ്പേഴ്സിന് കുഴപ്പമില്ലെന്ന് വരും. ഇത് തന്നെ വാസ്തുപരമായിട്ട് അതിൻ്റെ വാസ്തുവിനെ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ വാസ്തുവിൻ്റെ പറയാം. വാസ്തുപരമായിട്ടും ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ വാസ്തുവിൻ്റെ അത് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുന്നില്ല.